ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 30 ഇന്റർ കേരള FC നേരിടുന്നു പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ. പറപ്പൂർ FCയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. റിട്ടേൺ ജേക്കബിലേക്ക്. ആൻഡ് ജേക്കബ് മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് കളി മെനയുകയാണ്. നല്ലൊരു ഓവർഹെഡ് ബോൾ കൊടുക്കാനുള്ള ശ്രമമാണ്. നല്ലൊരു ഡയഗണൽ പാസ്സാണ് അവിടെ എത്തിച്ചേർന്നത്. നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. നല്ലൊരു പാസ് കൊടുക്കാനുള്ള ശ്രമം. ഒരു ഹാൻഡ് ബോളിന് അപ്പീൽ. ആൻഡ് പെനാൾട്ടി. മത്സരത്തിൻ്റെ 13ാമത്തെ മിനിറ്റിൽ. കറക്റ്റാണ്. ആ കളിക്കാരൻ്റെ കയ്യിൽ കൊള്ളുന്നത് നമുക്ക് സ്ക്രീനിൽ വ്യക്തമാണ്. രൂപമാണ് ആ ഒരു പെനാൾട്ടി കിക്ക് എടുക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സുവർണ അവസരമാണ് പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ച് തേടിയെത്തിയിരിക്കുന്നത്. മത്സരത്തിൻ്റെ 14ാമത്തെ മിനിറ്റിൽ രൂപം വീണ് കിട്ടിയ അവസരമാണ്. ആൻഡ് രൂപം. യെസ്, ഗോൾ നമ്പർ 1 പറപ്പൂർ ഫുട്ബോൾ ക്ലബ്. മത്സരത്തിൻ്റെ 14ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ നേടുന്നു ഇന്റർ കേരള FCക്കെതിരെ. രൂപത്തിൻ്റെ ഒരു മികച്ച ഒരു ഷോട്ട് തന്നെയായിരുന്നു. ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക് ഷോട്ട് എടുത്തുകൊണ്ട് ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും കൂടാതെയാണ് ആ ഒരു ഗോൾ കണ്ടെത്തുന്നത്. നോക്കുക, ഈസിയായി വന്ന് മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് ജേക്കബ് അടക്കി ഭരിക്കുകയാണ്. മൈതാനത്തിൻ്റെ മധ്യഭാഗം പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ച് നല്ലൊരു ഓവർഹെഡ് ബോൾ വരികയാണ്. അവിടെ നിന്ന് രൂപം പെനാൾട്ടി ഏരിയക്കുള്ളിൽ രൂപം ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ട് അവിടെ. രൂപം അതിൻ്റെ രൂപം. ഗോൾ നമ്പർ 2 പറപ്പൂർ ഫുട്ബോൾ ക്ലബ്. മത്സരത്തിൻ്റെ 21ാമത്തെ മിനിറ്റിൽ രൂപം നേടുന്നു തൻ്റെ 2ാമത്തെ ഗോൾ പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് വേണ്ടി. നല്ല രീതിയിലുള്ള എക്സിക്യൂഷനാണ് അവിടെ പറപ്പൂർ ഫുട്ബോൾ ക്ലബ്ബ് നടത്തി വരുന്നത്. നോക്കുക, പെനാൾട്ടി ഏരിയക്കുള്ളിൽ അദ്ദേഹം ട്രിബിൾ ചെയ്ത് മുന്നോട്ട് പോയി നല്ലൊരു ഷോട്ടാണ് എടുത്തത്. പോസ്റ്റിൽ ഇടിച്ചുകൊണ്ടാണ് വലയിലേക്ക് എത്തിയത്. സോ 2ാമത്തെ ഗോളാണ് രൂപത്തിൻ്റെ പേരിൽ കുറിക്കപ്പെടുന്നത് ഈ മത്സരത്തിൽ. ഇന്റർ കേരള വേഴ്സസ് പറപ്പൂർ FC മത്സരത്തിൽ 21ാമത്തെ മിനിറ്റിലും 14ാമത്തെ മിനിറ്റിലും പറപ്പൂർ ഫുട്ബോൾ ക്ലബിന് ലീഡ് നേടാൻ സാധിക്കുന്നു. പാഴാക്കി കളയുകയാണ് ആ ഒരു അവസരവും. 1ാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പറപ്പൂർ ഫുട്ബോൾ ക്ലബ്ബ് ആദ്യ പകുതി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആൻഡ് രൂപമിലേക്ക്. രൂപമിൻ്റെ പീയൂഷിലേക്ക്. പീയൂഷ് പ്രതീഷ് ബീറ്റായിരിക്കുകയാണ് ഇത്തവണ. പീയൂഷിലേക്ക് മൈനസ് പാസ്സാണ്. ഇത്തവണ രക്ഷപ്പെടുത്തുന്നു പ്രതീഷ് തന്നെ. അവിടെ നിന്ന് മിന്നൽ വേഗത്തിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്ന വലത് വിങ്ങിൽ കൂടി. അങ്ങനെ നല്ല കളി പ്ലാൻ ചെയ്യുകയാണ് അവിടെ ഇന്റർ കേരള FC. പക്ഷേ അവിടെ സുജിത്തിൻ്റെ ക്ലിയറൻസ്. ഒരു ഗോൾ നേടാനുള്ള സുവർണ അവസരമാണ്. ആൻഡ് അബ്ദുള്ളയിലേക്ക്. അബ്ദുള്ള ഗോൾ നമ്പർ 1 ഇന്റർ കേരള FC. മത്സരത്തിൻ്റെ 67ാമത്തെ മിനിറ്റിൽ അബ്ദുള്ളയിലൂടെ നേടുന്നു ആദ്യ ഗോൾ. വീണ് കിട്ടിയ അവസരമാണ്. നോക്കുക, ഇവിടെ ചെറിയ ആശയക്കുഴപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നതും. എന്തായിരുന്നാലും അബ്ദുള്ളയെ സംബന്ധിച്ച് സബ്ബായി വന്ന് സൂപ്പർ സബ്ബായി മാറിയിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 80 അബ്ദുള്ള, അബൂദി എന്ന് വിളിപ്പേരുള്ള അബ്ദുള്ള. പീയൂഷിലേക്ക്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് പറപ്പൂർ ഫുട്ബോൾ ക്ലബ് ഈ മത്സരം സ്വന്തമാക്കിയിരിക്കുന്നു. ആൻഡ് ഫുൾ ടൈം സ്കോർ പറപ്പൂർ ഫുട്ബോൾ ക്ലബ് 2 ഇന്റർ കേരള FC 1.